ബീഹാറിലെ നീറ്റ് പരീക്ഷാ തട്ടിപ്പിൽ കൂടുതൽ പേർ അറസ്റ്റിൽ. ലക്ഷങ്ങൾ നൽകിയെന്നും ചോദ്യപേപ്പർ തലേന്നും നൽകിയെന്നും കിട്ടിയെന്നുമൊക്കെ ഇവർ അംഗീകരിക്കുന്നുണ്ട്. അതേസമയം തന്നെ കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് റദ്ദാക്കിയ UGC നെറ്റ് പരീക്ഷയിലെ ചോദ്യപേപ്പറും വിവാദമാവുകയാണ്. മഹാഭാരതവും രാമായണവും ഉൾപ്പെടെ പൂർണ്ണമായും കാവ്യവൽക്കരിച്ചതായിരുന്നു നെറ്റ് പരീക്ഷയിലെ ചോദ്യങ്ങൾ. ഉദ്യോഗാർത്ഥികൾ തന്നെയാണ് ചോദ്യപേപ്പറിൻ്റെ ഫോട്ടോ സഹിതം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചത്. പ്രാണപ്രതിഷ്ഠ നടന്ന ദിവസമേത്? രാമായണത്തിൽ ഹനുമാനെ വർണ്ണിക്കുന്ന ഭാഗമേത്? രാമായണം തുടങ്ങുന്ന ശ്ലോകം? മഹാഭാരത യുദ്ധത്തിൽ മരിക്കാതെ യുദ്ധം കണ്ട ആൾ ആര്? ഭഗവത്ഗീത ഏതിൻ്റെ വിപുലമായ രൂപമാണ്? ഹിന്ദു ഫിലോസഫി രൂപപ്പെടുത്താൻ ഉപയോഗിച്ച സംഭവങ്ങൾ എന്നിങ്ങനെ പോകുന്നു UGC നെറ്റ് പരീക്ഷയിലെ ചോദ്യങ്ങൾ. പൂർണ്ണമായും കാവ്യവൽക്കരിച്ചുകൊണ്ടുള്ള ചോദ്യപേപ്പറുകൾ ഫോട്ടോ ഉൾപ്പെടെ സോഷ്യൽ മീഡിയയിലൂടെ പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികളാണ് പങ്കുവച്ചത്. ക്രമക്കേട് മൂലം പരീക്ഷ റദ്ദാക്കിയതിന് പിന്നാലെയാണ് മോദി സർക്കാരിന്റെ ചോദ്യപേപ്പർ കാവ്യവൽക്കരണവും വിവാദമാകുന്നത്. തിയേറ്റർ, പെർഫോമിംഗ് ആർട്സ് എന്നിവ സബ്ജക്റ്റായി എടുത്ത താനടക്കം പലരും ചോദ്യപേപ്പർ കണ്ട് ഞെട്ടിപ്പോയെന്ന് ജാർഖണ്ഡിൽ പരീക്ഷ എഴുതിയ കാസർഗോഡ് സ്വദേശി ശ്യാം സോർബ കൈരളി ന്യൂസിനോട് പറഞ്ഞു. രാമായണവും മഹാഭാരതവും വേദവും ഉപനിഷത്തും ഒക്കെ പോലെയുള്ള ഇന്ത്യൻ എപ്പിക്കുകളെ വളരെ പെരിഫറലായിട്ട് ചോദ്യങ്ങൾ ഉൾപ്പെടുത്താറുണ്ട് മുൻ വർഷങ്ങളിലും. അത് സിലബസിന്റെ ഭാഗവുമാണ്. പക്ഷേ പ്രാണപ്രതിഷ്ഠ പോലെയുള്ള വിഷയങ്ങളും അല്ലെങ്കിൽ വളരെ ആഴത്തിലേക്ക് ഹനുമാനെ വർണ്ണിക്കുന്ന ഭാഗവും മഹാഭാരത യുദ്ധവും ഭഗവത്ഗീതയുടെ ഭാഗങ്ങളും ഒക്കെ ഉദ്ധരിച്ചുകൊണ്ട് വളരെ ആഴത്തിലേക്ക് ഈ ചോദ്യങ്ങൾ കടന്നു ചെല്ലുന്ന സമയത്ത് അത് വളരെ കൃത്യമായിട്ട് ഒരു കൃത്യമായ രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമാണ്, അത് വളരെ കൃത്യമായ ഒരു ഹിന്ദുത്വ അജണ്ടയുടെ ഭാഗമാണ് എന്നുള്ളത് വളരെ വലിയ ആശങ്കയാണ് ഉണ്ടാക്കുന്നത്. കുട്ടികളുടെ പാഠപുസ്തകങ്ങൾ കാവ്യവൽക്കരിക്കുകയും ചരിത്രങ്ങൾ വളച്ചൊടിക്കുകയും ചെയ്യുന്ന നരേന്ദ്രമോദി സർക്കാരിനെതിരെ രാജ്യവ്യാപകമായ പ്രതിഷേധം ഉയരുമ്പോഴാണ് UGC നെറ്റ് പോലുള്ള പ്രധാന പരീക്ഷകളുടെ ചോദ്യപേപ്പറിലും സംഘപരിവാർ അജണ്ടകൾ ബോധപൂർവം തിരികെ കയറ്റുന്നത്. മഹാഭാരതവും രാമായണവും ഉൾപ്പെടെ ആഴത്തിൽ പഠിക്കാതെ നെറ്റ് പരീക്ഷ എഴുതാൻ കഴിയാത്ത സാഹചര്യത്തിൽ വിമർശിച്ചും പരിഹസിച്ചും ഉദ്യോഗാർത്ഥികൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു കഴിഞ്ഞു. കൈരളി ന്യൂസ്, ദില്ലി.